ഒരു മിറർ വിത്ത് സ്റ്റോറേജ് സംഭവം കണ്ടാലോ? ഇതല്ല, ഇതിപ്പോൾ ഒരു സിമ്പിൾ സാധനമാണ്. ഇത് ടൈൽസ് ഇട്ടിരുന്നത്, ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് കൺസീൽ ചെയ്താണ് ചെയ്തേക്കുന്നത്. WPC ഇത് ചെയ്തേക്കുന്നത്, അലൂമിനിയം WPC കൂടെ മിക്സ് ചെയ്ത് ചെയ്തേക്കുന്നത്. ഈ ഒരു ഫ്രെയിം അലൂമിനിയത്തിൻ്റെ കൊടുത്തു, ഈ ഒരു പോർഷനും ഈ തട്ടും ഇതൊക്കെ WPC കൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്തു. ഇങ്ങനെയാണ്, അതായത് ഒരു വലിയ രണ്ട് സാധനങ്ങൾ വെക്കാനും ചെറിയ രണ്ട് സാധനങ്ങൾ വെക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു. അടച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലഷ് ആയിട്ട് നിൽക്കുന്ന ഒരു മിറർ. ഇത് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഭിത്തിയിൽ ഫ്ലഷ്, അതായത് ടൈൽസിൽ നമ്മളൊരു 4 mm വെളിയിലേക്ക് ചാടിച്ചിട്ടാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ നമ്മളിപ്പോൾ ഒരു സ്റ്റോറേജ് വെക്കുവാണെങ്കിൽ ഒരു 10 cm ഡെപ്ത് ഉണ്ട്, അപ്പോൾ ഫ്രണ്ടിലോട്ട് ചാടിയിട്ടായിരിക്കും ഇത്. ഇത് നമ്മൾ ഭിത്തി വെട്ടി അകത്തേക്ക് വലിച്ച് 10 cm, സെയിം 10 cm തന്നെ കൊടുത്തുള്ളൂ, 10-ന് മേളിലുണ്ട് ഇത് ബാക്ക് സൈഡിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നോർമൽ മിററായിട്ട് നമുക്കിത് ഫീൽ ചെയ്യത്തുള്ളൂ. പിന്നെ ഇതൊരു ഹാൻഡിലെസ്, ഒരു പ്രൊഫൈൽ ഹാൻഡിൽ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തതിന് ഡോറ്. പിന്നെ അലൂമിനിയം WPC ആയതുകൊണ്ട് തന്നെ കംപ്ലൈൻസിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും വരത്തുമില്ല. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ചാടി നിൽക്കുന്ന മിററാണ്, നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊക്കെ ഇതിൽ ഭയങ്കരമായിട്ട് വെള്ളം തെറിച്ച് വീഴും. ഇതിലും വീഴും, പക്ഷേ മറ്റൊരു താരതമ്യേന ഇതിൽ കുറവായിരിക്കും. നോർമലി ഒരു മിറർ വെക്കുന്ന ഒരു ഫീൽ തന്നെ ആയിരിക്കും. ഈ പോർഷനിൽ നമ്മൾ ടോപ്പിൽ നിന്ന് 2 ലൈറ്റും കൂടെ കൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്തു. മിനിമൽ സാധനമാണ്, ഒരു കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്ന സാധനം. അപ്പോൾ ഈ ബാത്റൂമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് കട്ട് ചെയ്ത്, ഈ വാഷ് ബേസിന് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് കൺസീൽ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സാധനം ഇങ്ങനത്തെ യൂണിറ്റ് ഒക്കെ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ബൾക്കി ആയിട്ട് നിൽക്കത്തുമില്ല, നമ്മളൊരു സ്റ്റോറേജ് ആയിട്ട് ഒരു ബ്രഷ് കാര്യങ്ങളൊക്കെ ഇതിൽ സൂപ്പറായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.